ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് പൂരിയും അതേപോലെ നമ്മൾ പൂരി മസാല ഉണ്ടല്ലോ അതുമാണേ. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടിയും അതേപോലെ തന്നെ ആട്ടപ്പൊടിയുമാണ് എടുക്കുന്നത്. ആട്ട എന്ന് പറഞ്ഞാൽ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തത്. അതും കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട്, ആശീർവാദിൻ്റെ ആട്ട എടുക്കുവാണെങ്കിൽ മൈദേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് അധികം ദിവസം അതങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എടുത്ത് തീർക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി ആട്ടയും ഇട്ടിട്ട് നമ്മൾ മാവൊക്കെ ഒന്ന് സെറ്റാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുലയിലെ വാലൊക്കെ തുറന്ന് പേപ്പറിൽ എടുക്കാൻ പോയതാണ്. കുറച്ച് സമയം അങ്ങനെ പേപ്പർ വായിച്ച് അങ്ങനെ ഇരിക്കും. ഹെഡിങ്ങൊക്കെ മാത്രമേ വായിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചില ദിവസം ചിലപ്പം എല്ലാത്തിനൊന്നും സമയം കിട്ടണമെന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഇരിക്കാൻ തോന്നിയപ്പോൾ ഞാനെന്തായാലും ഫോണൊന്ന് നോക്കി ഇരിക്കേണ്ടെന്ന് വിചാരിച്ചു. ഫോൺ നോക്കിയിരുന്നാൽ പിന്നെ കണക്കാണല്ലോ, രാവിലത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെ പേപ്പർ വായിച്ചു. അതിനുശേഷം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നേരെ കുറച്ച് തിരുമ്പാനുണ്ടേനും അലക്കാനുണ്ടേനെ. അപ്പോൾ ഞങ്ങളിവിടെ തിരുമ്പുക എന്നാണ് പറയുക. അപ്പം മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ അലക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് അലക്കാനുണ്ടേനു, അതൊക്കെ ഒന്ന് അലക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇടലില്ല, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ അലക്കിയെടുക്കലാണ്. അപ്പം അല്ലാണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കലുള്ളൂ. അപ്പോൾ അതേതായാലും ആറിയിട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് മക്കൾക്ക് പിന്നെ സ്നാക്സായിട്ട് ബേക്കറി ഐറ്റംസാണ് കൊടുക്കുന്നത്. ബേക്കറി ഐറ്റംസ് ചില കേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ വലിയ പണിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ വേഗം തന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്, ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കുക്കറിലൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് ഞാൻ നമ്മളെ പൊട്ടുകടലയുണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വരണം. ആ സവാളേൻ്റെ പിന്നെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വരണം. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ വേവിച്ച് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഉടച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ആ മരത്തിൻ്റെ തവി വെച്ചൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഒന്ന് കുറച്ചൊരു ലൂസാക്കി എടുക്കണം. അധികം വെള്ളം ഒഴിക്കണ്ട, കാരണം ഇത് ഉരുളക്കിഴങ്ങ് കറിയല്ലല്ലോ, പൂരി മസാലയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് എന്തായാലും തിളപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പിന്നെ വറ്റി ഒരു ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ നമ്മുടെ പൂരി മസാല ഇവിടെ സെറ്റായി. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതായാലും അതവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നമ്മളെ പൂരിയൊക്കെ ഒന്ന് പരത്തിയിട്ടും കൂടെ എടുക്കുന്നുണ്ടേനെ. പൂരി ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് വേസ്റ്റായി പോകുമല്ലോ, ചുട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങൾക്കൊന്നും ഈ ഓയിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓയിലല്ല, വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും പൂരിയൊക്കെ അങ്ങനെ ചുട്ടെടുക്കട്ടെ. അപ്പം മക്കളൊക്കെ എണീച്ച് അവരുടെ കാര്യങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവരുടെ കാര്യത്തിന് പോവുകയും ചെയ്യുന്നുണ്ട്. കുറച്ചെല്ലാം കാര്യങ്ങൾ അവർ തന്നെ ചെയ്യും, ബാക്കി ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ചായയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പം മക്കൾക്ക് ചായ കൊടുത്തു. ഇനി എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെയാണ്. ഇന്നിപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചായ കുടിക്കുക, എന്നിട്ട് മക്കളെ കൊണ്ടാക്കാമെന്ന്. അപ്പോൾ ഏതായാലും വേഗം തന്നെ ചായയെല്ലാം കുടിക്കട്ടെ. അപ്പോൾ ഞാൻ നല്ലൊരു സ്ട്രോങ് ചായ എടുത്തേ. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് ഇഷ്ടം. അങ്ങനെയാണ് നല്ല ചൂടോടുകൂടി നല്ല സ്ട്രോങ്ങിലാണ് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ നല്ല സ്ട്രോങ് ചായ കുടിക്കുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കുറച്ചൊരു സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. നല്ല
നമ്മളെ പൂരി മസാലയ്ക്ക് പറ്റിയ ടൈപ്പ് പൂരിയാണ് ഉണ്ടാക്കിയത്. അതേ സ്ഥാനത്ത് ഈ കടലക്കറിൻ്റെ ഒപ്പം പൂരി വെക്കുവാണെങ്കിൽ കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം മക്കളൊക്കെ കൊണ്ടാക്കി വന്നു. ഡ്രസ്സെല്ലാം സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാണ്. ഇനിയിപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഉണ്ട്. റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ഏതായാലും കഴുകലും കാര്യങ്ങളൊക്കെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ലഞ്ച് ആക്കാനുണ്ട്. ലഞ്ചിനിപ്പം വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. തലേദിവസം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീനൊക്കെ മുറിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതങ്ങനെ സെറ്റാവും. ഇന്നിപ്പോൾ തുടയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ എല്ലാകും ഒന്ന് അടിച്ചു വാരണം. അടിച്ചു വാരി ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. ബെഡ്റൂമും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മാറി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് പിന്നെ സെറ്റാക്കി ഒന്ന് വെക്കണം. അപ്പോൾ എന്തായാലും രാവിലെ മക്കൾ പോകുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ച് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി അതേപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഹോളും അതേപോലെ നമ്മളെ ഫുഡ് കഴിച്ച രാവിലത്തെ ഫുഡ് കഴിച്ച ഡൈനിങ് ടേബിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ടേബിളൊക്കെ ഒന്ന് തുടച്ച് അതേപോലെ തന്നെ വാഷ് ബേസ് ഒന്ന് കഴുകി മരത്തെ ഇരുത്തി കൊലായിലെ ഇരുത്തി സിറ്റ് ഔട്ടിലെ ഇരുത്തി ഒന്ന് തുടച്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട് അങ്ങനെ നീറ്റായി. പിന്നെ എല്ലാത്തിനും ഓരോ സ്ഥാനം ഉണ്ടായിരിക്കും നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ഥാനത്ത് തന്നെ കൃത്യമായിട്ട് എടുത്തു വെക്കാനും പറ്റും. അതിനൊരു സ്ഥാനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊരു കുളിയും കൂടെ പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം വേഗം തന്നെ തട്ടിക്കൂട്ടൊരു ലഞ്ച് കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ കുമ്പളങ്ങേൻ്റെ കറിയാണ് ഉണ്ടാക്കിയത്. നമ്മൾ ആ മഞ്ഞ കളറിലുള്ള കുമ്പളങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ കറിയാണേ. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും അതേപോലെ കറിവേപ്പിലയും വറ്റൽമുളകും നമ്മൾ തേങ്ങ ചിരകിയത് കുറച്ചുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഈ ഒരു കറീൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ഇട്, ഞാൻ ഇടാം, റെസിപ്പിയൊക്കെ ഇടാം. അപ്പോൾ ഏതായാലും പിന്നെ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരണ്ടി ഒന്ന് മുളകിട്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തലേദിവസം എല്ലാം ക്ലീനാക്കി വെച്ചതിനെ കൂടെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂന്തലുണ്ടല്ലോ, അതൊന്ന് പൊരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. മഞ്ഞളും മുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പ് ഇട്ടിട്ടൊന്ന് പുരട്ടിയിട്ടൊന്ന് പൊരിച്ചെടുത്തതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ലഞ്ച് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അങ്ങനെ എടുത്തതാണ്. ഇനിയിപ്പം വൈകുന്നേരത്തേക്ക് ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കണം. കേക്കല്ല, ബ്രൗണിയാണ്. അപ്പോൾ ഏതായാലും മക്കൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിയെടുത്തതാണ്. ഇപ്പോൾ 2 ദിവസമായി കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ നമ്മളെ കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിക്കണം നിർബന്ധമില്ല, ഇളക്കിയെടുത്താലും മതി. അപ്പോൾ എൻ്റെ കട്ടയുണ്ടായി പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുത്തത്. ഇനി വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ കൊക്കോ പൗഡർ മൈദയും കൂടെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രാവശ്യം അങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കേക്ക് ബ്രൗണി ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ, അതൊന്ന് പിന്നെ ബട്ടർ പേപ്പറിലൊന്ന് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ അമുലിൻ്റെ ചോക്ലേറ്റിൻ്റെ ബാറാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഭാഗം പൊട്ടിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 20 ഗ്രാം ബട്ടറും കൂടി ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കുകയാണ്. ഡബിൾ ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റായിട്ട് കിട്ടും. അപ്പം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ബട്ടറും അതേപോലെ ചോക്ലേറ്റും ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ബ്രൗണി ആയതിനെക്കൊണ്ട് തന്നെ അധികം മുട്ടേൻ്റെ ആവശ്യമില്ല, അധികം ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് 2 മുട്ട മതിയാവും. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നെ നമുക്ക് മിക്സി വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, ബാറ്റർ ഉണ്ടല്ലോ, അതിന് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പൗഡർ ഉണ്ടല്ലോ, മൈദയും അതേപോലെ തന്നെ കൊക്കോ പൗഡറൊക്കെ അതിൽ മിക്സാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന്
മിക്സാക്കി എടുക്കുക. ഈ ഒരു മുട്ടയിലേക്ക് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചോക്ലേറ്റൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായക്കൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അതൊന്ന് ഞാൻ പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമുക്കൊന്ന് ഒരുപാട് ചെറുതായിട്ടില്ല, കുറച്ചൊന്ന് കടിക്കാൻ തക്കോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ, ചോക്കോ ചിപ്പ് അതൊന്ന് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതിനെ കൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പം നമ്മുടെ ആ ഒരു കേക്ക് വെക്കേണ്ട, കേക്കല്ല ബ്രൗണി വെക്കേണ്ട ആ ഒരു പാത്രം ഉണ്ടല്ലോ അതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു 10 മിനിറ്റായി. അപ്പോൾ അത് നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ നമ്മളെ ആ ഒരു ട്രേയിലേക്ക് ഈ നമ്മളെ ബാറ്ററി ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു കുറച്ചൊരു വലിയ വലുപ്പമുള്ളൊരു വട്ടയാണ്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഏതായാലും അതങ്ങനെ സെറ്റായിട്ട് വരട്ടെ. ഒരു 10-25 മിനിറ്റ് എടുക്കും. അപ്പോൾ ഏതായാലും അതങ്ങനെ സെറ്റായിട്ട് ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഇടക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അധികം ഒട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഒട്ടിപ്പിടിക്കലൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രൗണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ മേലെ കണ്ടില്ലേ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചോക്ലേറ്റൊക്കെ ഉള്ളിൽ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും കുറച്ചൊന്ന് ചൂട് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയും കൂടെ വെക്കുന്നുണ്ട്. കട്ട് ചെയ്തൊന്ന് വെക്കുകയാണേ. അപ്പോൾ ഏതായാലും എൻ്റെ കയ്യിൽ വേറെ ട്രേയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പുള്ള ട്രേയിൽ ചെയ്തത്. സ്ക്വയർ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും, കട്ട് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക, ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കല്ല, ബ്രൗണിയല്ല. ബ്രൗണി പൊതുവേ അങ്ങനെയാണ് ഉണ്ടാവുക, എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ചൊരു ഹാർഡായിട്ടാണ് ഉണ്ടാവുക. ഹാർഡായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചൊരു ക്രഞ്ചിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വലിയ രീതിക്ക് ഇത് പൊങ്ങിയൊന്നും വരില്ല. അങ്ങനെ നമ്മൾ കേക്കെല്ലാം പൊന്തി വരുന്ന പോലെ അങ്ങനെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പൊങ്ങി വരില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം മക്കളൊക്കെ വന്നിട്ട് വൈകുന്നേരം കൊടുക്കാമല്ലോ. അപ്പം നമ്മൾ ബ്രൗണീൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കും. ഒരു ചെറിയൊരു ഡബ്ബയിലേക്ക് മാറ്റിയിട്ട് വെക്കണം. അത്യാവശ്യം തണിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് അങ്ങനെ വെക്കാണ്ട് ഒന്ന് ഡബ്ബയിലേക്ക് മാറ്റി വെക്കണം എന്നിരിക്കും. അപ്പം ഞാനെന്തായാലും ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സന്ധ്യക്ക് അങ്ങനെ പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു കമൻറ്റെങ്കിലും അറിയിച്ചേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.